നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മധ്യ ഇന്ത്യയിലെ ഗ്രാമത്തിൽ പ്രാർത്ഥനായോഗം നയിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർക്ക് നേരെ ക്രൂരമായ ആക്രമണം. മധ്യപ്രദേശിലെ കാണ്ഡ്വ ജില്ലയിലെ കോട്ട്വാറ ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. പാസ്റ്റർ രമേശ് ബർല എന്ന വ്യക്തിയെയാണ് 100ഓളം വരുന്ന അക്രമി സംഘം ബോധരഹിതനാകുന്നതുവരെ മർദ്ദിച്ചത്. ഒരു വിശ്വാസിയുടെ വീട്ടിൽ പ്രാർത്ഥനായോഗത്തിനായി എത്തിയതായിരുന്നു അദ്ദേഹം. പ്രാർത്ഥന ആരംഭിച്ച ഉടൻ തന്നെ വടികളും മറ്റ് മാരകായുധങ്ങളുമായി അക്രമി സംഘം വീട് വളയുകയും അകത്തേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. സ്ത്രീകളെ അപമാനിക്കുകയും കൊച്ചുകുട്ടികളെ ചവിട്ടുകയും ചെയ്തതായി പാസ്റ്റർ വെളിപ്പെടുത്തി. പാസ്റ്ററെ വീടിന് പുറത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും വിശ്വാസികൾ അത് തടഞ്ഞു. ഇതോടെ വീടിനുള്ളിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഏറ്റ പരിക്കിനെ തുടർന്ന് പാസ്റ്റർ ബോധരഹിതനായി വീണു. മരിച്ചുവെന്ന് കരുതിയാണ് അക്രമി സംഘം സ്ഥലം വിട്ടത്. പിന്നീട് വിവരമറിഞ്ഞെത്തിയ പോലീസാണ് അദ്ദേഹത്തെയും പരിക്കേറ്റ മറ്റു വിശ്വാസികളെയും ആശുപത്രിയിൽ എത്തിച്ചത്. ഇറാനിലെ സംഘർഷഭരിതമായ സാഹചര്യത്തെ തുടർന്ന് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട കർദിനാൾ ഡൊമിനിക് മാത്തെയോ വത്തിക്കാനിലെത്തി ലിയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസമാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇറ്റാലിയൻ എംബസിക്കുള്ളിലായിരുന്നു കർദിനാളിന്റെ താമസം. സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് എംബസി അടച്ചതോടെ കർദിനാൾ നയതന്ത്ര പ്രതിനിധികൾക്കൊപ്പം ഇറാൻ വിട്ടു. അസർബൈജാൻ വഴിയാണ് അദ്ദേഹം റോമിലെത്തിയത്. തന്റെ ആരോഗ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും വകവയ്ക്കാതെ അദ്ദേഹം വിശ്വാസികൾക്കൊപ്പം നിലകൊണ്ടിരുന്നു. ബെൽജിയം സ്വദേശിയായ ഇദ്ദേഹത്തെ 2024-ൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കർദിനാളായി ഉയർത്തിയത്. ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കിടയിൽ ബൈബിൾ വായനയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നു. 2025-ൽ ബൈബിൾ വിൽപ്പനയിൽ 19% വളർച്ച ഉണ്ടായതായി പ്രമുഖ പബ്ലിക്കേഷൻസ് ആയ നെസ്ലിൻ ബുക്ക് ഡാറ്റ വെളിപ്പെടുത്തി. ജീവിതത്തിന്റെ അർത്ഥവും ആശ്വാസവും തേടി യുവതലമുറ വിശുദ്ധ ഗ്രന്ഥത്തെ കൂടുതൽ ആശ്രയിക്കുന്നതാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. ആധുനിക കാലത്തെ മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലും സമാധാനം കണ്ടെത്താൻ യുവാക്കൾ ബൈബിളിനെ ഉപയോഗിക്കുന്നു. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ ഇടങ്ങളിൽ ബൈബിൾ വചനങ്ങളും ചർച്ചകളും സജീവമായത് യുവാക്കളെ ആകർഷിച്ചു. ഡിജിറ്റൽ യുഗത്തിലും അച്ചടിച്ച ബൈബിളുകൾ വാങ്ങാൻ യുവാക്കൾ കാണിക്കുന്ന ഈ താല്പര്യം പുതിയൊരു ആത്മീയ ഉണർവാണെന്ന് സഭാവൃത്തങ്ങൾ കാണുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവുമായി കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ലെബനനിലെ ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിക്കാൻ വത്തിക്കാന്റെ അടിയന്തര ഇടപെടൽ തേടി ലെബനീസ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള റാഷിദ് ബൗഹബീബ് വത്തിക്കാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഈ അഭ്യർത്ഥന നടത്തിയത്. ലെബനനിലെ നിലവിലെ സാഹചര്യങ്ങൾ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായി മന്ത്രി ചർച്ച ചെയ്തു. രാജ്യത്തെ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളും പലായന ഭീഷണിയും അദ്ദേഹം വിശദീകരിച്ചു. മധ്യപൂർവേഷ്യയിലെ സമാധാനത്തിനും ലെബനന്റെ സാംസ്കാരിക വൈവിധ്യം നിലനിർത്തുന്നതിനും ക്രൈസ്തവരുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഭ ദൈവജനത്തിന്റെ കൂട്ടായ്മയെന്ന് ലിയോ 14 പാപ്പ. വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. സഭ എന്നത് കേവലം ഒരു സ്ഥാപനമല്ല, മറിച്ച് ദൈവവിളിയാൽ ഒത്തുചേർന്ന ദൈവജനത്തിന്റെ കൂട്ടായ്മയാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. സഭയുടെ ദൗത്യത്തിൽ വൈദികർക്കും അൽമായർക്കും തുല്യമായ പങ്കും ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഭയുടെ പ്രകാശം ലോകത്തിന് മുന്നിൽ ശോഭിക്കണമെങ്കിൽ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും അനിവാര്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.